നമ്മളിന്ന് ഫസ്റ്റ് ഇയർ MSc മാത്തമാറ്റിക്സിൻ്റെ റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. തിയറം 2.24. അതിൽ 4 പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് പറഞ്ഞത് ഫോർ എനി കളക്ഷൻ G alpha of open sets, union over alpha G alpha is open. അതായത് G alpha എന്ന സെറ്റുകൾ ഓപ്പൺ സെറ്റുകളുടെ കളക്ഷൻ ആണെങ്കിൽ അതിൻ്റെ യൂണിയൻ ഓപ്പൺ ആയിരിക്കും. അതായത് ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ. അതായത് ഓപ്പൺ സെറ്റുകളുടെ ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും അതിൻ്റെ യൂണിയൻ എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. രണ്ടാമത് പറഞ്ഞത് ഫോർ എനി കളക്ഷൻ എഫ് ആൽഫ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓവർ ആൽഫ എഫ് ആൽഫ ഈസ് ക്ലോസ്ഡ്. ഇത് എഫ് ആൽഫ എന്നത് ക്ലോസ്ഡ് സെറ്റുകളുടെ ഒരു കളക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇന്റർസെക്ഷൻ ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ആർബിട്രറി ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ്. ആദ്യത്തെ ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. രണ്ടാമത്തെ ആർബിട്രറി ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ്. ഇനി മൂന്നാമത്തെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഫോർ എനി ഫൈനൈറ്റ് കളക്ഷൻ G1, G2 എക്സെട്ര Gn എന്നത് ഫൈനൈറ്റ് ഓപ്പൺ സെറ്റ്സ് ആണ്. അതായത് അവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്റർസെക്ഷൻ i ഈക്വൽ ടു 1 to n Gi ഈസ് ഓപ്പൺ. അതായത് ഫൈനൈറ്റ് ഓപ്പൺ സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അതായത് എല്ലാ ഓപ്പൺ സെറ്റ്സിൻ്റെ ഇന്റർസെക്ഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടില്ല? ഓപ്പൺ ആവണമെന്നില്ല. പക്ഷെ ഫൈനൈറ്റ് എണ്ണത്തിൻ്റെ ഇന്റർസെക്ഷൻ ഓപ്പൺ ആണ്. അതേപോലെ അടുത്ത് പറയുന്നത് F1, F2, F3 എക്സെട്ര Fn എന്നത് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ യൂണിയൻ i ഈക്വൽ ടു 1 to n Fi എന്നത് ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇവിടെ തിയറത്തിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളെ കളക്ഷൻ, അതായത് ഓപ്പൺ സെറ്റുകളുടെ കളക്ഷൻ എടുത്താൽ അതിൻ്റെ എത്ര എണ്ണത്തിൻ്റെ യൂണിയൻ എടുത്താലും, ഫൈനൈറ്റ് ആയിക്കോട്ടെ ഇൻഫൈനൈറ്റ് ആയിക്കോട്ടെ, ഏതെടുത്താലും അത് ഓപ്പൺ ആയിരിക്കും. ബട്ട് ക്ലോസ്ഡ് സെറ്റുകളുടെ ആർബിട്രറി ഇന്റർസെക്ഷനും എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷേ ഓപ്പൺ സെറ്റുകളുടെ ഫൈനൈറ്റ് യൂണിയൻ മാത്രമേ എന്താവുള്ളൂ? ഓപ്പൺ ആവുള്ളൂ. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. അതേപോലെ ഫൈനൈറ്റ് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഫൈനൈറ്റ് യൂണിയൻ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ് G ആൽഫ കളക്ഷൻ G ആൽഫ എന്നുള്ളത് ഈസ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ്. അതായത് G ആൽഫകളൊക്കെ ഓപ്പൺ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ യൂണിയൻ ഓപ്പൺ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂണിയൻ ഓവർ ആൽഫ G ആൽഫ ഈസ് ഓപ്പൺ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. We have to prove that union over alpha G alpha is open. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് G is equal to union over alpha G alpha എന്നെടുത്തു. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? We have to prove that G is open എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ G ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു സെറ്റ് ഓപ്പൺ എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ഏത് പോയിന്റും ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ആർബിട്രറി ആയിട്ട് x ബിലോങ്സ് ടു G എന്നെടുത്തു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് x ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ്. x ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം x ബിലോങ്സ് ടു G ആണ്. x ബിലോങ്സ് ടു G എന്ന അർത്ഥം എന്താ? ദാറ്റ് മീൻസ് x ബിലോങ്സ് ടു യൂണിയൻ ഓവർ ആൽഫ G ആൽഫ, വിച്ച് ഇംപ്ലൈസ് x എന്നത് യൂണിയൻ G ആൽഫയ്ക്ക് അകത്തുണ്ടെന്ന് പറഞ്ഞ അർത്ഥം x ബിലോങ്സ് ടു G ആൽഫ ഫോർ സം ആൽഫ അല്ലേ? കാരണം യൂണിയനിൽ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു സെറ്റിൽ ഉണ്ടായാൽ മതി. അപ്പോൾ x ബിലോങ്സ് ടു G ഇംപ്ലൈസ് x ബിലോങ്സ് ടു യൂണിയൻ ഓവർ G ആൽഫ. കാരണം എന്തുകൊണ്ടാ? സിൻസ് G is equal to union over alpha G alpha അല്ലെ? യൂണിയൻ ഓവർ ആൽഫ G ആൽഫയ്ക്കാണ് നമ്മൾ G എന്ന് പേര് കൊടുത്തത്. അപ്പോൾ ജിക്ക് അകത്തുണ്ട് പറഞ്ഞാൽ യൂണിയനിലുണ്ട് പറഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു G ആൽഫയ്ക്ക് അകത്തുണ്ട്. ഓക്കെ, ഗിവൺ G ആൽഫ ഈസ് ഓപ്പൺ അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട് G ആൽഫ ഈസ് ഓപ്പൺ.
G alpha is open, which implies X is an interior point of G alpha. X എന്നത് ജി ആൽഫയ്ക്ക് ഇൻറ്റീരിയർ പോയിന്റ്. കാരണം ജി ആൽഫ ഓപ്പൺ എന്ന് പറയണമെങ്കിൽ ജി ആൽഫയ്ക്കകത്തുള്ള എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്താ കിട്ടിയിട്ടുണ്ട്? എക്സ് ബിലോങ്സ് ടു ജി ആൽഫ എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ് ജി ആൽഫയ്ക്കകത്തുണ്ട്. ജി ആൽഫയ്ക്കകത്തുള്ള എല്ലാ ആൾക്കാരും ഇൻറ്റീരിയർ പോയിന്റ് ആണ്. അതുകൊണ്ട് എക്സ് ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ജി ആൽഫയാണ്. എക്സ് ജി ആൽഫയ്ക്ക് ഇൻറ്റീരിയർ പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ജി. എക്സ് എന്നത് ജിയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. അപ്പോൾ എക്സ് എന്നൊരു ആർബിട്രറി എലമെന്റ് എടുത്തു, അത് ജിയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണ്. അതുകൊണ്ട് ജി ഈസ് ഓപ്പൺ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട്. ഒന്നുകൂടി പറയാം. നമ്മൾ എന്തെടുത്തു? നമുക്ക് ജി ആൽഫ, ഈ കളക്ഷൻ ജി ആൽഫ ഈസ് ഓപ്പൺ സെറ്റ്സ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ ഓപ്പൺ എന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്തെടുത്തു? ജി ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ജി ഈസ് ഓപ്പൺ. അപ്പോൾ ജി ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ജിക്കകത്തുള്ള എല്ലാ പോയിന്റ്സും ഇൻറ്റീരിയർ പോയിന്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ആർബിട്രറി ആയിട്ട് നമ്മൾ എന്തെടുത്തു? ഒരു എക്സ് ബിലോങ്സ് ടു ജി എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ജി ആണെന്ന് കാണിക്കണം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ജി ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ ആയിരിക്കും. കാരണം ജി ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫയാണ്. അപ്പോൾ എക്സ് യൂണിയൻ ജി ആൽഫയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞാൽ എക്സ് ഏതെങ്കിലും ഒരു ജി ആൽഫയ്ക്കകത്തുണ്ടായിരിക്കും. ഇറ്റ് ഇസ് എക്സ് ബിലോങ്സ് ടു ജി ആൽഫ ഫോർ സം ആൽഫ. സിൻസ് ജി ആൽഫ ഈസ് ഓപ്പൺ, ജി ആൽഫ ഓപ്പൺ ആണ്. ജി ആൽഫ ഓപ്പൺ ആണെങ്കിൽ ജി ആൽഫയ്ക്കകത്തുള്ള എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും. അതായത് എക്സ് എന്നത് ജി ആൽഫയ്ക്കകത്തെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആണ്. എക്സ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ജി ആൽഫ. എക്സ് ജി ആൽഫയുടെ ഇൻറ്റീരിയർ പോയിന്റ് ആണെങ്കിൽ എക്സ് ജിയുടെ ഒരു ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും. കാരണം ജി ആൽഫകളുടെ യൂണിയൻ ആണ് ഒരു ജി, വിച്ച് മീൻസ് എക്സ് ഈസ് ആൻ എലമെന്റ് ഓഫ് ജി, ദെൻ എക്സ് ഈസ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ജി. അതായത് ജിക്കകത്ത് ഏത് എലമെന്റ് എടുത്താലും അത് എന്തായിരിക്കും? ഇൻറ്റീരിയർ പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് ജി എന്നത് ഓപ്പൺ ആണ്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മൾ എന്തെടുത്തു? വി പുട്ട് ജി ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ ജി ആൽഫ എന്നെടുത്തു. എക്സ് ബിലോങ്സ് ടു ജി ആണെങ്കിൽ എക്സ് ബിലോങ്സ് ടു ജി ആൽഫ ഫോർ സം ആൽഫ ആയിരിക്കും. സിൻസ് എക്സ് ഇസ് ഇൻ ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് ജി ആൽഫ, കാരണം എന്താണ്? സിൻസ് ജി ആൽഫ ഈസ് ഓപ്പൺ, then every element of G alpha is in interior point. Therefore, X is an interior point of G alpha, which implies X is also an interior point of G, since G is the union of G alphas. Therefore, X is an also interior point of G alpha, implies X is an interior point of G. Therefore, G is open. This is the first part. In the second part, we have to prove that if collection F alpha is the collection of closed sets, then intersection over alpha, F alpha is closed. That means arbitrary intersection of closed sets is closed. So we have to prove that intersection over F alpha is closed. We take let H is equal to, F is equal to intersection over alpha, F alpha. We have to prove that F is a closed set. So, നമ്മൾ ഇതിനു മുന്നേ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. A set is closed if and only if its complement is open. ഒരു സെറ്റ് ക്ലോസ്ഡ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായാൽ മതി? ഓപ്പൺ ആയാൽ മതി. അപ്പോൾ എഫ് ഈസ് ക്ലോസ്ഡ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ക്ലോസ്ഡ് എന്ന് പ്രൂവ് ചെയ്യാൻ അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? വിച്ച് ഇംപ്ലൈസ് എഫ് കോംപ്ലിമെൻ്റ് ഈസ് ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്താൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് കോംപ്ലിമെൻ്റ് ഈസ് ഓപ്പൺ. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? ഗിവൺ F alpha is closed. F alpha closed ആണ്. Implies F alpha complement is open. F alpha closed ആണ്. F alpha closed ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. F alpha complement is open, which implies
union over alpha f alpha complement is open by the first part, by a part. A part നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? എഫ് ആൽഫ കോംപ്ലിമെന്റുകൾ, അത് ജി ആൽഫകൾ ഓപ്പൺ ആണെങ്കിൽ യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ ഈസ് ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താണ്? എഫ് ആൽഫ കോംപ്ലിമെന്റ് ഈസ് ഓപ്പൺ. എഫ് ആൽഫ കോംപ്ലിമെന്റ് ഓപ്പൺ ആണ്. അപ്പോൾ അതിന്റെ യൂണിയൻ എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ദർഫോർ യൂണിയൻ ഓവർ ആൽഫ എഫ് ആൽഫ കോംപ്ലിമെന്റ് ഈസ് ഓപ്പൺ, which implies, ഇത് നമുക്ക് എന്ത് എഴുതാം? നമുക്കറിയാം യൂണിയൻ ഓവർ ആൽഫ എഫ് ആൽഫ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു ഇന്റർസെക്ഷൻ ഓവർ ആൽഫ എഫ് ആൽഫ കോംപ്ലിമെന്റ്. ഇത് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിയൻ ഓവർ ആൽഫ എഫ് ആൽഫ കോംപ്ലിമെന്റിനെ നമുക്ക് എന്ത് എഴുതാം? ഇന്റർസെക്ഷൻ ഓവർ എഫ് ആൽഫ ഓൾ കോംപ്ലിമെന്റ് എഴുതാൻ പറ്റും. അത് പ്രകാരം from this we can say that intersection over alpha f alpha all complement is open. Okay, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യൂണിയൻ ഓവർ ആൽഫ എഫ് ആൽഫ കോംപ്ലിമെന്റ് ഓപ്പൺ ആണ്. അപ്പോൾ അത് നമുക്ക് എഴുതാം ഇന്റർസെക്ഷൻ ഓവർ ആൽഫ എഫ് ആൽഫ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഓപ്പൺ, which implies intersection over alpha f alpha is closed. അല്ലേ? ഇത് കോംപ്ലിമെന്റ് ഹോൾ കോംപ്ലിമെന്റ് ഓപ്പൺ ആണെങ്കിൽ കോംപ്ലിമെന്റ് ഒഴിവാക്കിയത് എന്തായിരിക്കും? ക്ലോസ്ഡ് സെറ്റ് ആയിരിക്കും. ദാറ്റ് ഇസ് ഇന്റർസെക്ഷൻ ഓവർ ആൽഫ എഫ് ആൽഫ ഈസ് ക്ലോസ്ഡ്, ദാറ്റ് ഇസ് എഫ് ഇസ് എ ക്ലോസ്ഡ് സെറ്റ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ ഒരേ ഒരു ഇക്വേഷൻ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇന്റർസെക്ഷൻ ഓവർ ആൽഫ എഫ് ആൽഫ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു യൂണിയൻ ഓവർ ആൽഫ എഫ് ആൽഫ കോംപ്ലിമെന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ആൽഫകളൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ എഫ് ആൽഫ കോംപ്ലിമെന്റുകൾ ഓപ്പൺ ആണ്. അതിൻ്റെ ആർബിട്രറി യൂണിയൻ ഓപ്പൺ ആണ്. ഇത് റൈറ്റ് സൈഡ് ഓപ്പൺ സെറ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും? ഇന്റർസെക്ഷൻ ഓവർ ആൽഫ എഫ് ആൽഫ ഹോൾ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഒരു സെറ്റ് ഓപ്പൺ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ അതിൻ്റെ കോംപ്ലിമെന്റ് ഓപ്പൺ ആയാൽ മതി. അപ്പോൾ യൂണിയൻ ഓവർ ഇന്റർസെക്ഷൻ ഓവർ ആൽഫ എഫ് ആൽഫ ഹോൾ കോംപ്ലിമെന്റ് ഓപ്പൺ ആയതുകൊണ്ട് ഇന്റർസെക്ഷൻ ഓവർ ആൽഫ എഫ് ആൽഫ ഈസ് എ ക്ലോസ്ഡ് സെറ്റ്. ബി പാർട്ട് പ്രൂവ് ആയി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഫൈനൈറ്റ് കേസിൽ ഇന്റർസെക്ഷൻ ഓപ്പൺ ആയിരിക്കും. ലെറ്റ് G1 G2 etc. Gn are open sets. Then we have to prove that intersection I is equal to 1 to n Gi is open. That is, the finite intersection of open sets is open. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ഈ സെറ്റിന് നമ്മൾ ഒരു പേര് കൊടുത്തു. ലെറ്റ് ഇറ്റ് ബി H. ലെറ്റ് H is equal to intersection I is equal to 1 to n Gi. So we have to prove that H is open. H ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണം. H ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എച്ചിനകത്തെ ഏതൊരു എലമെന്റ് എടുത്താലും അത് ഒരു ഇന്റീരിയർ പോയിന്റ് ആണ് ഓഫ് എച്ച് എന്ന് കാണിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് ചെയ്തു ലെറ്റ് എക്സ് ബിലോങ്സ് ടു എച്ച് implies x belongs to intersection I is equal to 1 to n G alpha, which implies x belongs to G alpha or Gi, sorry, not G alpha, Gi. It's a finite case ആണ്. അപ്പോൾ നമ്മൾ Gi എന്ന് പേര് കൊടുക്കാം. So x belongs to Gi for every I is equal to 1, 2, 3 up to n. That is, x belongs to G1, x belongs to G2, x belongs to G3, etc. Given that Gi's are open, therefore x is an interior point of Gi, I is equal to 1 to n. x എന്നത് Giക്ക് അകത്തുണ്ട്. Gi എന്നത് ഓപ്പൺ സെറ്റ് ആണ്. അപ്പോൾ Giക്ക് അകത്തുള്ള എല്ലാ എലമെന്റുകളും ഇന്റീരിയർ പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ x എന്നത്
interior point of gi, I is equal to 1 to n. That is, x is an interior point of g1, x is an interior point of g2, x is an interior point of g3, etc. x is an interior point of gn എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് g1 എന്ന് പറയണമെങ്കിൽ എക്സ് ഈസ് ആൻ interior point of g1 എന്ന് പറയണമെങ്കിൽ there exists a neighborhood, നമ്മൾ പേര് കൊടുത്തു n1 of x with radius r1 such that n1 subset g1. x is an interior point of g1 എന്ന് പറയണമെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു നൈബർഹുഡ് ഉണ്ടാവും എക്സിൻ്റെ, സച്ച് ദാറ്റ് ദ നൈബർഹുഡ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ g1 അല്ലേ. ഇന്റീരിയർ പോയിന്റ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് പ്രോപ്പറായിട്ട് ആ സെറ്റിനകത്ത് ഉണ്ടാവണം. അപ്പോൾ എക്സ് g1ൻ്റെ ഇന്റീരിയർ പോയിന്റ് എന്ന് പറയണമെങ്കിൽ എക്സിൻ്റെ ഒരു നൈബർഹുഡ് g1നകത്ത് ഉണ്ടാവണം. അതിന് നമ്മൾ പേര് കൊടുത്തു n1. അതിൻ്റെ റേഡിയസ് നമ്മൾ r1 എന്ന് പേര് കൊടുത്തു. ഓക്കെ, സിമിലർലി എക്സ് ഈസ് ആൻ ഇന്റീരിയർ പോയിന്റ് ഓഫ് g2. എക്സ് ഈസ് ആൻ ഇന്റീരിയർ പോയിന്റ് ഓഫ് g2 implies there exists a neighborhood, അതിന് നമ്മൾ പേര് കൊടുത്തു n2 of x with radius r2 such that n2 is properly contained in g2. x is an interior point of g2. നമുക്ക് എക്സ് എന്നുള്ളത് g1ൻ്റെ ഇന്റീരിയർ പോയിന്റ് ആണ്, എക്സ് g2ൻ്റെ ഇന്റീരിയർ പോയിന്റ് ആണ്, എക്സ് gn-ൻ്റെ ഇന്റീരിയർ പോയിന്റ് ആണ്. അപ്പോൾ g1ൻ്റെ ഇന്റീരിയർ പോയിന്റ് ആകുമ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് g1നകത്ത് ഉണ്ടാകണം. അതിന് നമ്മൾ n1 എന്ന് പേര് കൊടുത്തു. ഇനി എക്സ് g2ൻ്റെ ഇന്റീരിയർ പോയിന്റ് എന്ന് പറയണമെങ്കിൽ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് അല്ലെങ്കിൽ എക്സിൻ്റെ ഒരു നൈബർഹുഡ് എവിടെ ഉണ്ടാവും, g2നകത്ത് ഉണ്ടാവുള്ളൂ. അതിന് നമ്മൾ n2 എന്ന് പേര് കൊടുത്തു. അതിൻ്റെ റേഡിയസ് നമ്മൾ r2. ഓക്കെ, സിമിലർലി എക്സ് ഇസ് എൻ ഇന്റീരിയർ പോയിന്റ് ഓഫ് g3 എന്ന് പറഞ്ഞാൽ g3ക്ക് അകത്ത് എക്സിൻ്റെ ഒരു നൈബർഹുഡ് ഉണ്ടാവും. there exists a neighborhood, അതിന് നമ്മൾ പേര് കൊടുക്കും n3 of x with radius r3 such that n3 is a subset of g3. therefore നമുക്ക് ജനറലൈസ് ചെയ്ത് എന്ത് പറയാൻ പറ്റും, therefore we can say that there exists for any x belongs to h there exists a neighborhood ni of x with radius ri such that ni subset gi. അതായത് x belongs to h ആണെങ്കിൽ there exists a neighborhood n1 of x with radius r1 such that n1 subset g1. There exists a neighborhood n2 of x with radius r2 such that n2 subset g2 and so on. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, let r is equal to minimum of r1 r2 r3 etc. rn. അതായത് g1നകത്ത് ഉള്ള നൈബർഹുഡിൻ്റെ റേഡിയസ് r1, g2നകത്തുള്ള നൈബർഹുഡിൻ്റെ റേഡിയസ് r2, g3കകത്തുള്ള നൈബർഹുഡിൻ്റെ റേഡിയസ് r3. അങ്ങനെയുള്ള ആ റേഡിയസുകളിലെ ഏറ്റവും മിനിമത്തിന് നമ്മൾ r എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതായത് പിക്ചറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എങ്ങനെ വരാം, നമ്മൾ പിക്ചറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു g1 g2 g3 അല്ല എങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, എക്സ് ഇൻറ്റീരിയറിലുള്ളതാണ്. അപ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് എവിടെ ഉണ്ടാവും, g1. ഇതാണ് g1. അപ്പോൾ g1നകത്ത് ഉണ്ടാവും. അതിന് നമ്മൾ n1 എന്ന് പേര് കൊടുത്തു. എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നൈബർഹുഡ് എവിടെ ഉണ്ടാവും, ഇതിനകത്ത് ഉണ്ടാവും. അതിന് നമ്മൾ n2 എന്ന് പേര് കൊടുത്തു. g2നകത്തുള്ളത് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡ് ഇതിനകത്ത് ഉണ്ടാവും. അതിന് നമ്മൾ g3 എന്ന് പേര് കൊടുത്തു അല്ലേ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഇതിൽ ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ ഇതുണ്ടാവും, ഈ ഇൻ്റർസെക്ഷനകത്ത് വരുന്ന കാര്യത്തിൽ എന്നുണ്ടാവും. അതിൻ്റെ റേഡിയസ് r. ഓക്കെ, അതായത് r1 r2 r3 അതിൻ്റെ മിനിമത്തിന് നമ്മൾ എന്ത് പേര് കൊടുത്തു, r എന്ന് പേര് കൊടുത്തു. സോ r എന്നത്
R1, R2, R3 അതിലേറ്റവും ചെറുതാണ്. ഓക്കെ, അപ്പോൾ R1 റേഡിയസ് ഉള്ള നൈബർഹുഡ് G1-നകത്തുണ്ട് പറഞ്ഞാൽ R റേഡിയസ് ഉള്ള നൈബർഹുഡ് എവിടെ ഉണ്ടാവും? G1-നകത്ത് ഉണ്ടാവും. R2 റേഡിയസ് ഉള്ള നൈബർഹുഡ് G2-നകത്തുണ്ടെങ്കിൽ R റേഡിയസ് ഉള്ള നൈബർഹുഡും G2-നകത്ത് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? R എന്നത് ഇതിലും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെർഫോർ R റേഡിയസ് ഉള്ള എക്സിൻ്റെ നൈബർഹുഡ്, അത് നമ്മൾ N എന്ന് പേര് കൊടുത്തു. R റേഡിയസ് ഉള്ള എക്സിൻ്റെ നൈബർഹുഡ് നമ്മൾ N എടുത്തു. ലെറ്റ് N ബി ദ നൈബർഹുഡ് ഓഫ് എക്സ് ഓഫ് റേഡിയസ് R. R റേഡിയസ് ഉള്ള എക്സിൻ്റെ നൈബർഹുഡ് എന്നുള്ളത് G1-നകത്ത് ഉണ്ടാവും, G2-നകത്ത് ഉണ്ടാവും, Gn-നകത്ത് ഉണ്ടാവും. ഓക്കെ, ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? The neighborhood, there exists a neighborhood N of X with radius R. R എന്ന് പറഞ്ഞാൽ എന്താ? The minimum of R1, R2, etc. Rn, such that N subset G1, N subset G2, etc. അല്ലേ? കാരണം G1-നകത്തുണ്ടാവും, G2-നകത്തുണ്ടാവും, എല്ലാറ്റിനകത്തുണ്ടാവും. വിച്ച് ഇംപ്ലൈസ് N എന്ന എല്ലാറ്റിനും സബ്സെറ്റ് ആണ്. വിച്ച് ഇംപ്ലൈസ് N സബ്സെറ്റ് GI for I is equal to 1, 2, 3, etc. N. Which implies N is a subset of intersection I is equal to 1 to N GI. അല്ലേ? എല്ലാറ്റിനും സബ്സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷന് സബ്സെറ്റ് ആയിരിക്കും. Which implies N is proper subset of H. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എടുത്തത് X is an element of, നമ്മൾ എടുത്തത് എന്താണ്? X belongs to H എന്ന് എടുത്തു. നമുക്ക് എന്ത് കിട്ടി? Xൻ്റെ ഒരു നൈബർഹുഡ്, ദർ എക്സിസ്റ്റ് എ നൈബർഹുഡ് N of X such that N subset H. അപ്പോൾ H-നകത്ത് ഒരു എലമെന്റ് X എടുത്താൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നൈബർഹുഡ് ആ സെറ്റിനകത്ത് കിട്ടി. ദർഫോർ H ഈസ് ആൻ ഓപ്പൺ സെറ്റ്. H എന്നത് എന്താണ്? ഒരു ഓപ്പൺ സെറ്റ് ആണ്. H എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കിട്ടിയത് ഇന്റർസെക്ഷൻ I equal to 1 to N GI. ദർഫോർ the finite intersection of open sets is open. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കേസ് കൊണ്ട് പ്രൂവ് ചെയ്യേണ്ടത് ക്ലോസ്ഡ് സെറ്റ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തു? ലെറ്റ് ഗിവൺ നമുക്ക് എന്ത് തന്നുണ്ട്? F1, F2, എക്സെട്ര Fn ആർ ക്ലോസ്ഡ് ആണ്. implies F1 complement, F2 complement, etc. Fn complement is ഓപ്പൺ അല്ലേ? ഒരു സെറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പോൾ സി പാർട്ട് പ്രകാരം നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഇൻ്റർസെക്ഷൻ I is equal to 1 to N Fi complement is ഓപ്പൺ. കാരണം ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് എന്താണ്? ഓപ്പൺ ആണ്. വിച്ച് ഇംപ്ലൈസ് ഇത് നമ്മൾ എന്ത് വിളിക്കുക? വിച്ച് ഇംപ്ലൈസ് നമുക്ക് കിട്ടിയതാണ് ഇൻ്റർസെക്ഷൻ I equal to 1 to N Fi complement is ഓപ്പൺ. ഇതാണ് നമുക്ക് കിട്ടിയത്. വിച്ച് ഇംപ്ലൈസ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇൻ്റർസെക്ഷൻ I is equal to 1 to N Fi complement whole complement is closed. Which implies union I is equal to 1 to N Fi is open. അല്ലേ? കാരണം എന്താണ്? രണ്ട് കോംപ്ലിമെൻ്റ് എടുക്കുമ്പോൾ ഇൻ്റർസെക്ഷൻ മാറി യൂണിയൻ ആവും. Fi കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് Fi. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇഫ് F1, F2, F3, എക്സെട്ര ആർ നോട്ട് ഓപ്പൺ ഈസ് ക്ലോസ്ഡ്. നമുക്ക് എന്ത് കിട്ടി? ഇൻ്റർസെക്ഷൻ I equal to 1 to N Fi കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ ഓൾ കോംപ്ലിമെൻറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഓൾ കോംപ്ലിമെൻറ്റ് നമുക്ക് എന്ത് എഴുതാം? ഇൻ്റർസെക്ഷൻ I is equal to 1 to N Fi എന്നത് ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. Therefore the finite intersection of closed, finite union of closed sets is closed. അപ്പോൾ തിയറത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടുകൾ പറഞ്ഞത്
വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്. ഇഫ് കളക്ഷൻ ജി ആൽഫ ഈസ് ഓപ്പൺ ദെൻ യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ ഈസ് ഓപ്പൺ. ദാറ്റ്സ് ആർബിട്രറി യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഈസ് ഓപ്പൺ. നെക്സ്റ്റ് വൺ, ആർബിട്രറി ഇന്റർസെക്ഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഈസ് ക്ലോസ്ഡ്. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ് ഈസ് ക്ലോസ്ഡ്. അതായത് ഓപ്പണിൻ്റെ ആർബിട്രറി യൂണിയനും ഫൈനൈറ്റ് ഇൻ്റർസെക്ഷനും മാത്രമേ എന്താവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. അതേപോലെ ക്ലോസ്ഡിൻ്റെ ആർബിട്രറി ഇൻ്റർസെക്ഷനും ഫൈനൈറ്റ് യൂണിയനും മാത്രമേ എന്താവുള്ളൂ, ക്ലോസ്ഡ് ആവുള്ളൂ. ഓക്കെ, താങ്ക് യു.